that's true. Makes sense. Do you like that? On top of the above the whiting. Yeah, perfect. Look at the Can be a camera. bit Look at the off. camera. Yes. Perfect. Hi. Hello. Good job. ഈ കാണുന്നത് കുഞ്ഞിൻ്റെ പുക്കിൾക്കൊടി അഥവാ അംബ്ലിക്കൽ കോഡ് കട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അറ്റാച്ച് മാറ്റേണിറ്റി കെയർ അനുസരിച്ച് നമ്മൾ വീട്ടിലാണെങ്കിലും അല്ലെങ്കിൽ ഹോസ്പിറ്റലാണെങ്കിലും പ്രസവിക്കുന്നതെങ്കിൽ നമ്മുടെ പാർട്ട്ണറിന് ഈ ഒരു ഓപ്ഷൻ ഡോക്ടേഴ്സ് എപ്പോഴും കൊടുക്കും. അംബ്ലിക്കൽ കോഡ് കട്ട് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് നമ്മുടെ ഒരു ചോയ്സാണ്, നിർബന്ധമൊന്നുമില്ല. എങ്കിൽ പോലും നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വി ആർ ഓൾവേസ് വെൽക്കം ടു ഡു ദാറ്റ്. പിന്നെ ഇപ്പം നിങ്ങൾ കാണുന്നത് ആൻഡ്രിയ, അവളുടെ ഫസ്റ്റ് റിയാക്ഷനാണ് ബേബിയെ കാണുമ്പോൾ. അവൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ആൻഡ്രിയയും ബേബിയും തമ്മിൽ 8.5 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ അവൾക്ക് അത്യാവശ്യം പക്വതയുണ്ട്. അവൾക്ക് കുഞ്ഞിനെ എടുക്കുന്ന കാര്യത്തിലും കുഞ്ഞിൻ്റെ കാര്യങ്ങൾ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളിലും അവൾക്കൊരു ഇൻട്രസ്റ്റ് കാണിക്കുന്നുമുണ്ട്. അതുപോലെ തന്നെ പുള്ളി ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു കാര്യത്തിന് ഹെൽപ്പിന് വിളിച്ചാൽ പോലും അവൾ ഒട്ടും ഹെസിറ്റേറ്റ് ചെയ്യാതെ നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അപ്പം എനിക്ക് പേഴ്സണലായിട്ട് തോന്നുന്നൊരു കാര്യമാണ്, എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ, ബാക്കിയുള്ളവർ ഇതിനോട് യോജിക്കണം എന്നില്ല. അത്യാവശ്യം ഒരു ഗ്യാപ്പ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഇടയിൽ നമുക്ക് ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നമുക്ക് ആ ഒരു ഫ്യൂ ഇയേഴ്സ് അവരിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അവർക്കായിട്ട് നമുക്ക് ആ വർഷങ്ങൾ മാറ്റി വെക്കാൻ പറ്റും. അത് കഴിയുമ്പോൾ ശരിയാണോ ഒന്നിൽ നിന്ന് തന്നെ നമ്മൾ തുടങ്ങണം. എങ്കിൽ പോലും എനിക്ക് തോന്നുന്നത് മൂത്ത കുട്ടി, അതാണാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഞാൻ കേട്ടിട്ടുണ്ട്, കുറച്ച് നല്ലൊരു സപ്പോർട്ട് നമുക്ക് അവരുടെ കയ്യിൽ നിന്ന് കിട്ടാനുള്ളൊരു ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. എല്ലാവർക്കും ഇതിനോട് യോജിപ്പുണ്ടാവണം എന്നില്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് ഡിസ്ചാർജ് ഒക്കെ കിട്ടി ബേബിയെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന വഴിയാണ് കേട്ടോ. ആ പിങ്ക് ബലൂൺ കണ്ടിട്ട് ആരും കൺഫ്യൂഷൻ ആവരുത്, ബേബി ബോയ് തന്നെയാണ്, ബേബി ഗേൾ അല്ല. ആ കാര്യത്തിൽ ഞങ്ങളുടെ അത്ര ലക്കി അല്ലായിരുന്നു. ബേബി ബോയ് എന്നുള്ള എല്ലാ ബലൂൺസും അല്ലെങ്കിൽ ബ്ലൂ കളർ എല്ലാ ബലൂൺസും തീർന്നിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ. പിന്നെ ഉള്ളത് വെച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു. നമ്മുടെ ലൈഫിൽ ഏത് നല്ല കാര്യം നടക്കുമ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് അതിന് തുടക്കം കുറിക്കാറുണ്ട് അല്ലേ? അതുപോലെ തന്നെയല്ലേ ഒരു കുഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ ആദ്യമായിട്ട് അതിനെ പ്രാർത്ഥിച്ച് കുരിശൊക്കെ വരച്ച് ബൈബിളൊക്കെ വായിച്ച് നമ്മൾ വീട്ടിലേക്ക് കയറ്റാനായിട്ട് ദൈവം ഒരുങ്ങി നിൽക്കുകയാണ്. അമ്മയോട് ഞാൻ പ്രത്യേകം പറഞ്ഞായിരുന്നു ഒരു പ്രാർത്ഥനയൊക്കെ തയ്യാറാക്കി വെക്കണം. അപ്പോൾ അമ്മ അതിനായിട്ട് അമ്മയും അപ്പായും ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു വീട്ടിൽ. അപ്പോൾ ദാരുജോ കുഞ്ഞിനെയും കൊണ്ട് വീടിൻ്റെ പടി വരെ എത്തി. ഞങ്ങൾ അകത്തോട്ട് കയറുന്നതിന് മുന്നേ അമ്മ ഒരു ചെറിയ പ്രാർത്ഥന പ്രാർത്ഥിച്ച് ബൈബിളൊക്കെ വായിച്ച് ഒരു നെറ്റിയിൽ ഒരു കുരിശൊക്കെ വരച്ചാണ് ഞങ്ങൾ കുഞ്ഞിനെ വീട്ടിലേക്ക് അകത്തോട്ട് കയറ്റിയത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ എന്ത് സന്തോഷങ്ങൾ വന്നാലും സങ്കടങ്ങൾ വന്നാലും നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് ഒരു കുഞ്ഞ് വരുമ്പോഴത്തേക്കും അതുപോലെ സന്തോഷകരമായ ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത്. നെതർലൻഡ്സിൽ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ 3 ദിവസത്തിനകം തന്നെ പേരിടുകയും അതുപോലെ തന്നെ ആ പേര് നമ്മൾ പോയി രജിസ്റ്റർ ചെയ്യുകയും ചെയ്യണം ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയിൽ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പേരൊക്കെ ഞങ്ങൾ റിവീൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോയിൽ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. തുടർച്ചയായി എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. കൂടെ ഉള്ളവരൊക്കെ അങ്ങ് പോവും. അവസാനം പുറത്തിറങ്ങാനും കലങ്ങിയിരിക്കാനൊക്കെ ആരും കാണത്തില്ല.